മന്ത്രിമാർ നൽകിയ വാഗ്ദാനങ്ങളെല്ലാം വെറുതെയായി. കുട്ടനാട്ടിലെ നെൽകർഷകരുടെ കണ്ണീരിനു മാത്രം ഇനിയും അവസാനമില്ല. ആലപ്പുഴ അമ്പലപ്പുഴയിൽ കൊയ്തെടുത്ത 1 കോടിയിൽ പരം രൂപയുടെ നെല്ലാണ് മില്ലുടമകളുടെ അനാസ്ഥയെ തുടർന്ന് റോഡരികിൽ കിടന്ന് നശിക്കുന്നത്. തകഴി കുന്നുമ്മ പടിഞ്ഞാറ് പാടശേഖരത്തെ കർഷകരാണ് ദുരിതത്തിൽ വലയുന്നത്. കർഷകരുടെ മാസങ്ങൾ നീണ്ട അധ്വാനമാണ് പാഴായത്. 150 ഏക്കറുള്ള കുന്നുമ്മ പടിഞ്ഞാറ് പാടശേഖരത്ത് 65ഓളം കർഷകരാണുള്ളത്. 2 ആഴ്ച മുൻപാണ് ഇവിടെ പ്രതികൂല കാലാവസ്ഥയെ മറികടന്ന് കർഷകർ കൊയ്ത്ത് പൂർത്തിയാക്കിയത്. അന്നു മുതൽ ഏകദേശം 3600 ക്വിന്റൽ നെല്ല് കുന്നുമ്മ ജംഗ്ഷനു സമീപം റോഡിന് ഇരുവശവും സമീപത്തെ സ്കൂൾ, പള്ളിമുറ്റം എന്നിവിടങ്ങളിലായും കൂട്ടിയിട്ടിരിക്കുകയാണ്. ഒരേക്കറിന് ഏകദേശം 30,000 രൂപ ചെലവഴിച്ചാണ് കൃഷി പൂർത്തിയാക്കിയത്. ഏക്കറിന് 20 ക്വിന്റലോളം നെല്ലും ലഭിച്ചു. കൊയ്ത്തു കഴിഞ്ഞപ്പോൾ മില്ലുടമകളുടെ ഏജന്റ് എത്തിയെങ്കിലും 7 കിലോ കിഴിവാണ് ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ തവണ 2 കിലോ കിഴിവ് നൽകിയതോടെയാണ് സംഭരണം നടന്നത്. ഇത്തവണ നല്ല നെല്ലായിട്ടും കർഷകരെ ചൂഷണം ചെയ്യാൻ 7 കിലോ കിഴിവാണ് ഏജന്റുമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് നൽകാൻ തയ്യാറല്ല എന്ന നിലപാടിലാണ് കർഷകർ. നെല്ല് സംഭരണത്തിന് മുൻകൈയെടുത്ത് കർഷകരെ സഹായിക്കേണ്ട ഉദ്യോഗസ്ഥരാരും ഇവിടേക്ക് എത്തിയിട്ടില്ലെന്നും കർഷകർ പറയുന്നു. ഈ നെല്ല് കൊയ്തിട്ട് 15 ദിവസമായി. ഇത് കൊയ്ത് മൊത്തം കരയ്ക്ക് കയറിയാലോ പാടി ഓഫീസിൽ നിന്ന് ആളെ വരത്തുള്ളൂ. അതുവരെ ഈ നെല്ല് ഇവിടെ കിടന്ന് നനഞ്ഞ് ഒരിപ്പോക്ക് പോവുക. ഇത് ഞങ്ങൾ അനുഭവിക്കാൻ വന്നിരിക്കുക. 6 മാസം കൊണ്ട് ഞങ്ങൾ അനുഭവിക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ വേറെ എന്തെങ്കിലും തീരുമാനിക്കാം. ഇത് ആണ്ടും കാലം ഇതാണ്, ആണ്ടും കാലം. 13 ദിവസത്തോളമായിട്ട് നെല്ല് മഴയത്തും കാറ്റിലും ഒക്കെ ഇവിടെ കിടക്കുകയാണ്. അതിന് മുമ്പായിട്ട് തന്നെ മഴ പെയ്ത് കൊയ്തെടുക്കുന്നതിന് വേണ്ടി സാങ്കേതിക പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോൾ കൊയ്തിട്ടതിന് ശേഷം മില്ല് ലൊക്കേറ്റ് ചെയ്ത് 23-ാം തീയതി മില്ല് ലൊക്കേറ്റ് ചെയ്തതാണ്. ഇപ്പോൾ അയാൾ പറയുന്നത് 7 കിലോ കൊടുത്താൽ നെല്ല് നാളെ മുതൽ എടുക്കാം. 7 കിലോ കൊടുക്കാനായിട്ട് ഇവിടെ കർഷകരാരും സമ്മതിക്കുന്നത്. അത് 1-ാം തരം നെല്ലാണ്. കർഷകരെ കിഴിവിന്റെ പേരിൽ വലക്കുന്ന മില്ലുടമകൾക്കും ഏജന്റുമാർക്കും കുടപിടിക്കുന്ന നിലപാടാണ് പാടി ഓഫീസർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നത്. പാടശേഖരത്ത് കൊയ്ത്തു കഴിയുമ്പോൾ നെല്ല് റോഡിലെത്തിക്കാൻ വള്ളക്കൂലി, തൂക്കുകൂലി, വാരിക്കോരിക്കൂലി തുടങ്ങിയവയിൽ 300 രൂപയോളം അധിക ചെലവാണ് കർഷകർക്ക്. ഇതെല്ലാം നൽകിയെത്തിച്ച നെല്ല് സംഭരിക്കാൻ ആളില്ലാത്ത അവസ്ഥയാണിപ്പോൾ. ഏകദേശം 8 ലക്ഷം രൂപയുടെ നെല്ലാണ് ഇപ്പോഴും റോഡരികിൽ കിടക്കുന്നത്. കനത്ത മഴയിൽ നെല്ല് നശിക്കാതിരിക്കാൻ പെടാപ്പാട് പെടുകയാണ് കർഷകർ. നെല്ല് അടിയന്തരമായി സംഭരിച്ചില്ലെങ്കിൽ അടുത്ത ദിവസം ഈ നെല്ലുമായി അമ്പലപ്പുഴ തിരുവല്ല റോഡ് ഉപരോധിക്കാനാണ് നെൽകർഷക സംരക്ഷണ സമിതിയുടെ തീരുമാനം. അമൃത ന്യൂസ്, ആലപ്പുഴ.